ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വേറെ 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഞാനിപ്പം 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അടുത്ത് തന്നെ അതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഒരു 8 ടീസ്പൂൺ പഞ്ചസാര 2 ഏലക്കായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ബട്ടറാണ്. അത് ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ട് അവ നല്ലപോലെ ഒന്ന് കൈവച്ചൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ബട്ടറിന് പകരം നെയ്യ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ അതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇനി അല്പം വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് അവ നല്ലപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് വേണം നമ്മളിതൊന്ന് കുഴച്ചിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിതൊന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടാണ് ഞാനിപ്പോൾ ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇതേപോലെ വേണം നിങ്ങളൊന്ന് ചെയ്തിട്ടെടുക്കേണ്ടത്. ഇനി നമുക്കതൊന്ന് പരത്തിയെടുക്കണം. അപ്പം ആദ്യം ആ പരത്തുന്ന ഭാഗത്തായിട്ട് കുറച്ച് മൈദ വിതറി കൊടുത്തതിന് ശേഷം നമുക്കത് ഒന്ന് പരത്തിയിട്ടെടുക്കാം. ഒരുപാട് തിന്നായിട്ടൊന്നും പരത്തരുത്, കുറച്ചൊക്കെ കട്ടിയിൽ വേണം അതൊന്ന് പരത്തിയിട്ട് എടുക്കേണ്ടത്. ഇതേ കണ്ടില്ലേ, ഇതേപോലെ. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു ഷേപ്പ് കട്ടർ ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഈ ഷേപ്പ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ ഞാനിതൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ അതേപോലെ തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം ഓരോന്നായിട്ട് നമുക്കതിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയുമാണ് ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഇനി ഈ ബാക്കി വന്നിട്ടുള്ള മാവുണ്ടല്ലോ, അത് ഒന്നും കൂടി ഒന്ന് കുഴച്ചിട്ട് പരത്തിയിട്ട് നമുക്ക് നേരത്തെ പോലെ തന്നെ ഒന്ന് കട്ടർ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. കുറച്ച് മാവും കൂടി ഉണ്ട്, ഇതും അതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കണം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലോട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ നിങ്ങൾ ഫ്ലെയിം വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലാണ്. ധൃതിക്കൊന്നും ഹൈ ഫ്ലെയിമിൽ വെക്കല്ല. ഇതിൻ്റെ ഉൾഭാഗം വേവാതെ പുറംഭാഗം കരിഞ്ഞു പോകും. ഒരു രസവും കാണത്തില്ല അതൊന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഈ ഒരു കളറാകുമ്പം നമുക്കിനി ഇത് എണ്ണയിൽ നിന്നങ്ങ് എടുക്കാം. ഇത് കണ്ടില്ലേ, നല്ല പോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. വളരെ എളുപ്പമെന്ന് വേറെ 2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. ചായയോടൊക്കെ കഴിക്കാൻ വളരെ നല്ല രുചിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് തയ്യാറാക്കിയിട്ട് നോക്കണം. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ശരി, ഞാൻ അടുത്ത ദിവസം ഇതിൽ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ശരി, ഓക്കെ, ബൈ.